ഒർഹാൻ തുണിയൊക്കെ അലക്കാൻ പഠിച്ചോ? പഠിച്ചു. ഇതിന്റെ മുമ്പ് അലക്കിയപ്പോ ഞാൻ 5 വട്ടമൊക്കെ ഇട്ട് കഴുകുമായിരുന്നു. ആണോ? ഇപ്പൊ ഒരു തവണ കഴുകുള്ളൂ അല്ലേ, അമ്മ പഠിപ്പിച്ചതിന് ശേഷം? നമുക്കപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് ആദ്യം കണ്ടസ്റ്റൻസ് ജഡ്ജിങ് പാനലിനോട് ചോദിക്കാം അല്ലേ? സജ്ജന, തന്നിരിക്കുന്ന 10 മിനിറ്റ് കൊണ്ട് ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ ഈ ടാസ്ക് കൈകാര്യം ചെയ്തു. അതിനൊരു ബിഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. സൂപ്പറായിരുന്നു. ദീപ, അമ്മയും മോനും ഭയങ്കര ആക്റ്റീവായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ നമ്മൾ കുഞ്ഞിലെ കുറേശ്ശെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അമ്മയ്ക്കും ഫാമിലിക്കും സമാധാനമായിട്ടിരിക്കാം. മോനും ആണെങ്കിലും മോളാണെങ്കിലും ഓക്കെയാണ്. അതെ, അപ്പൊ ഓക്കെ, നന്നായിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ ദീപ. ലീന, നിസ വളരെ നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുത്തു, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ആ വാഷിംഗ് മെഷീൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത് കുറേ ആക്ടിവിറ്റീസ് അതിനകത്ത് ചെയ്യാനുണ്ട്. ഇത് മറന്നുപോയാൽ അവിടെ പണി പാളും എന്നുള്ളതാണ്. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തു. അവനത് എടുക്കാൻ ശ്രമിച്ചത് ഭയങ്കര ക്യൂട്ടായിരുന്നു, അവനത് എത്തുന്നില്ലായിരുന്നു എന്നുള്ളത്. അത് ഭയങ്കര ക്യൂട്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അവനത് അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. നല്ല പെർഫോമൻസ് ആയിരുന്നു നിങ്ങളവിടെ കാഴ്ചവെച്ചത്. നിസയുടെ ഓട്ടം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെ വാഷിംഗ് മെഷീനകത്തിട്ട് തുണിയെ അത് സോപ്പൊടി ഇട്ടിട്ട് പിന്നെ നമ്മൾ വേറെ വെള്ളം വെച്ച് ഉരുപ്പിടിയാണല്ലോ, അത് പറഞ്ഞു കൊടുത്തതായിട്ട് എനിക്ക് തോന്നില്ല. നേരെ അത് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷെ അവനത് ചെയ്തപ്പം കുഞ്ഞു വിട്ടുപോയി. അടിപൊളിയായിട്ട് ചെയ്തു. താങ്ക് യു. ചേച്ചി, അല്ല നിസ എന്ത് രസമായിട്ടാ പറഞ്ഞു കൊടുത്ത. നിസ അത് കുട്ടിയെ കൊണ്ട് തുണി അലക്കണം എന്നതാണല്ലോ ടാസ്ക്. അത് മെഷീനിലും അലക്കണം കല്ലിലും അലക്കണം എന്നുള്ള ആ ഒരു തോട്ട് ഉണ്ടല്ലോ, അത് നിസയുടെ ഭാഗത്തു നിന്നല്ലേ വന്നേ? അതെ, ടാസ്ക് കിട്ടിക്കഴിഞ്ഞപ്പം എന്താ ചെയ്യണ്ടേന്ന് ആദ്യം സത്യം പറഞ്ഞാൽ ഒന്നും ഐഡിയ ഇല്ല. പിന്നെ അങ്ങ് ചെയ്തു. അല്ല, ജനറലി മെഷീനിലും വാഷ് ചെയ്യും തുണി. നോർമലി അങ്ങനെയാണോ വീട്ടിൽ വാഷ് ചെയ്യാറ്? നമ്മള് നല്ല ഡ്രസ്സൊക്കെ കല്ലിൽ തന്നെ അലക്കും. അതല്ല, മെഷീനിൽ ഒരിക്കൽ വാഷ് ചെയ്തത് ഇപ്പുറത്തെ അലക്കില്ലല്ലോ. ഇല്ല, അവന് 2 രീതിയും മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതായിരിക്കും. അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ അതൊരു തോട്ട് വന്നില്ലേ, അത് ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് നെസയ്ക്ക് ആ കാര്യത്തില്. നല്ല വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തു. ഇത് എന്ത് ക്യൂട്ടാ കുലുങ്ങും ആ ഇത് ചെയ്യുമ്പോ ഉണ്ടല്ലോ. മാത്രല്ല കല്ലില് ഇങ്ങനെ നമ്മൾ കുലുക്കി അലക്കണ സമയത്ത് വെള്ളം തെറിക്കുമല്ലോ. ആ പിടിന്നൊരു ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു ചെയ്തെല്ലാം. സോ പ്രോമിസിങ്. ഇത് കാണുന്ന എത്ര കുട്ടികള് വിചാരിക്കണ്ടാവും അറിയോ, അർഹാനെ പോലെയും ഇഷാനെ പോലെയും ആവണം എന്ന്. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു കേട്ടോ നിസ. താങ്ക് യു.